സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സേവ് ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് വള്ളിയാനിപ്പുറം അച്ഛൻ്റെ ബൈബിളിലെ കുടുംബ ദർശനം എന്ന പുസ്തകമാണ്. ഇന്ന് നമ്മുടെ 23-ാം എപ്പിസോഡിൽ നമുക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ 3-4 അധ്യായം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അധ്യായം 3. ജീവനെ മാനിക്കുന്ന കുടുംബം. ചരിത്രാരംഭം മുതൽ സന്താനോൽപാദനം വിവാഹത്തിന്റെ സുപ്രധാന ലക്ഷ്യമായി മനുഷ്യൻ കണക്കാക്കിയിരുന്നു. കൂടുതൽ സന്തതികൾ ഉണ്ടാകുന്നത് വലിയ ദൈവാനുഗ്രഹമായി മനുഷ്യൻ കരുതിയിരുന്നു. പുരാതന മനുഷ്യന് മക്കളുടെ അംഗബലം കൊണ്ടേ സമൂഹത്തിൽ മുന്നേറാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഭൗതിക വിഭവങ്ങൾ കൈയടക്കാനും യുദ്ധം ചെയ്ത് ശത്രുവിനെ തോൽപ്പിക്കാനും കുടുംബ പാരമ്പര്യം നിലനിർത്താനും ധാരാളം മക്കളുണ്ടെങ്കിലേ പറ്റൂ. പുരാതന മനുഷ്യന്റെ ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന: കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനം 127:3-5. ഉൽപ്പത്തി പുസ്തകത്തിലെ 2 കുടുംബസ്ഥാപന വിവരണങ്ങളിലും വിശുദ്ധ ഗ്രന്ഥകാരൻ മക്കളെ ജനിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ദമ്പതികളെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ കുടുംബസ്ഥാപന വിവരണത്തിൽ ദമ്പതികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഇങ്ങനെയാണ്: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കും. പെരുകി വർദ്ധിക്കാനും ഭൂമിയിൽ നിറയാനും അതിനെ കീഴടക്കി ഭരിക്കാനും ദൈവമാണ് ദമ്പതികളെ ചുമതലപ്പെടുത്തുന്നത്. കൂടുതൽ മക്കൾക്ക് ജന്മം കൊടുത്താലേ ഇത് സാധിക്കൂ. രണ്ടാമത്തെ കുടുംബസ്ഥാപന വിവരണത്തിൽ വാരിയല്, ഗാഠനിദ്ര, ഭാര്യയോട് ചേരുക, ഒറ്റ ശരീരമാവുക എന്നീ ശൈലികളിലൂടെ മക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള പവിത്രമായ കടമയാണ് പരോക്ഷമായി ധ്വനിപ്പിക്കുന്നത്. ദമ്പതികളുടെ ലൈംഗിക ബന്ധവും സന്താനോൽപാദന പ്രവർത്തനവും ശ്രേഷ്ഠവും പരിശുദ്ധവുമായ ധർമ്മമായി വിശുദ്ധ ഗ്രന്ഥകാരൻ കണക്കാക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണത്തെ പറ്റിയുള്ള ഉത്കണ്ഠയൊന്നും ആദ്യ മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല. ജനന നിരക്ക് വർദ്ധിപ്പിച്ച് സംഖ്യാബലം കൂട്ടുകയായിരുന്നു അവരുടെ താല്പര്യം. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ അത് ആവശ്യമായിരുന്നു. മനുഷ്യൻ പഞ്ചഭൂഖണ്ഡങ്ങളിലും നിറഞ്ഞു വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഉത്തരവാദിത്വത്തോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്ന ദർശനത്തിനാണ് നാം ഊന്നൽ കൊടുക്കേണ്ടത്. മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന സത്യമാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. ദൈവമാണ് മക്കളെ കൊടുക്കുന്നത്. ദമ്പതികൾ കർത്താവിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന സഹകാരികളാണ്. ബൈബിളിൽ പല സ്ഥലത്തും വന്ധ്യകൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിനാൽ ഗർഭം ധരിച്ച് മക്കളെ പ്രസവിക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രാഹമിന്റെ ഭാര്യ സാറ വന്ധ്യയായിരുന്നു. ദൈവം അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെട്ട് ഇസഹാക്കിന് പുത്രനായി നൽകുന്നു. നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. ഉൽപ്പത്തി 17:15-16. യാക്കോബിന്റെ ഭാര്യ റാഹേൽ വന്ധ്യയായിരുന്നു. ദൈവം അവളുടെ വന്ധ്യത നീക്കി ഒരു പുത്രനെ നൽകി. ആ പുത്രനാണല്ലോ ജോസഫ്. മനോവായുടെ ഭാര്യ വന്ധ്യയായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ അവൾ ഗർഭം ധരിച്ച് സാംസനെ പ്രസവിച്ചു. എൽക്കാനയുടെ ഭാര്യ ഹന്ന വന്ധ്യയായിരുന്നിട്ടും ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് സാമുവലിനെ
പുത്രനായി നൽകി. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന അർത്ഥത്തിലാണ് മകന് സാമുവൽ എന്ന് പേരിട്ടതെന്ന് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വന്ധ്യകൾ ഗർഭം ധരിച്ച് മഹാപുരുഷന്മാർക്ക് ജന്മം നൽകുന്ന സംഭവങ്ങളാണ് ഈ വിവരണങ്ങളിലെല്ലാം നാം കാണുന്നത്. ഇത്തരം പ്രതിപാദന രീതി ബൈബിളിലെ ഒരു സാഹിത്യ രൂപമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇതിലൂടെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്ന സത്യം മക്കൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന മഹാദർശനമാണ്. പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ബീജസങ്കലനത്തിലൂടെ പൂർണ്ണമായി തീർന്ന് രൂപപ്പെടുന്നതാണ് മനുഷ്യ ശിശു എന്ന് ശാസ്ത്രജ്ഞർ വാദിച്ചേക്കാം. എന്നാൽ ബീജത്തെയും അണ്ഡത്തെയും ഭ്രൂണമായി രൂപപ്പെടുത്തുന്നത് ദൈവത്തിന്റെ കരങ്ങളാണ്. നാം ദൈവത്തിന്റെ കരവേലയാണ്. എഫെസൂസ് 2:10. ദൈവത്തിന്റെ പ്രകടമായ അനുവാദം കൂടാതെ ഒരു ശിശുവും ജനിക്കുന്നില്ല. മക്കൾ ദൈവദാനമാണെന്ന് അംഗീകരിച്ചാൽ ശിശുവിനെ ഗർഭാവസ്ഥ മുതൽ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും നാം നിർബന്ധിതരാകും. ഭ്രൂണഹത്യ, ശിശുവധം മുതലായ ക്രൂരപാതകൾക്കൊന്നും നാം കൂട്ടുനിൽക്കുകയില്ല. കൃത്രിമ ജനന നിയന്ത്രണോപാധികളിലൂടെ ബീജാണ്ഡ സങ്കലനത്തെ തടുക്കുന്ന സ്വാർത്ഥ പ്രവർത്തനങ്ങളെ അംഗീകരിക്കില്ല. മക്കളെ ജനിപ്പിക്കാനുള്ള കടമ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന കൽപ്പനയിൽ ഉള്ളടങ്ങുന്നതുണ്ട്. ജനനവിരുദ്ധ മനോഭാവം ബൈബിൾ പഠനങ്ങൾക്ക് നിരക്കുന്നതല്ല. മരണ സംസ്കാരത്തിന്റെ വൈതാളികരാകാനല്ല, ജീവന്റെ സംസ്കാരത്തിന്റെ പ്രഘോഷകരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മക്കളെ അനിയന്ത്രിതമായും നിരുത്തരവാദപരമായും ജനിപ്പിക്കാനുള്ള അവകാശം ദമ്പതികൾക്കുണ്ടെന്ന് ധരിച്ചുകൂടാ. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ദമ്പതികൾക്കാണ് ഈ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവഛായ ധാർമ്മിക മൂല്യങ്ങൾക്കനുസൃതമായ ഒരു ജീവിതം ദമ്പതികളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ആകയാൽ പ്രാർത്ഥനാപൂർവം നല്ല ഒരുക്കത്തോടെ പ്രജനന പ്രക്രിയയിൽ ഏർപ്പെടാനും ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കും കുഞ്ഞിനും നല്ല പരിചരണം നൽകാനും മക്കളെ മനുഷ്യോചിതമായി വളർത്താനും ദമ്പതികൾക്ക് കടമയുണ്ട്. ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവുമാണ് ദമ്പതികൾ അനുവർത്തിക്കേണ്ട ജീവിത ശൈലി. അധ്യായം 4. പാപത്തിൽ നിവദിക്കുന്ന കുടുംബം. കുടുംബങ്ങൾ ഇന്ന് നേരിടുന്ന ദുരന്തങ്ങൾക്കും അടിസ്ഥാന കാരണം എന്താണ്? വിശുദ്ധ ഗ്രന്ഥകാരന്റെ വീക്ഷണത്തിൽ പാപമാണ് എല്ലാ തകർച്ചകൾക്കും മൂല കാരണം. എന്താണ് പാപം? അത് അനുസരണക്കേടാണ്, അഹന്തയാണ്, സ്വാർത്ഥതയാണ്, ദൈവത്തോട് മറുതലിക്കുന്നതും കലഹിക്കുന്നതുമാണ്, ദൈവത്തെ തിരസ്കരിക്കുന്നതാണ്. പ്രതീകാത്മക സന്ദേശങ്ങൾ അടങ്ങുന്ന പർദീസ നഷ്ടത്തിന്റെ കഥയിലൂടെ എക്കാലത്തുമുള്ള കുടുംബങ്ങളെ ബാധിക്കാനിടയുള്ള തിന്മയുടെ സ്വാധീനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏദേൻ തോട്ടത്തിന്റെ മധ്യത്തിൽ നിന്നിരുന്ന നന്മ തിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുതെന്നായിരുന്നു ദൈവകൽപ്പന. ഉൽപ്പത്തി 2:16-17. വൃക്ഷത്തിന്റെ പേര് പ്രതീകാത്മകമാണെന്ന് വ്യക്തം. ദൈവത്തെ നന്മ തിന്മകളുടെ വിധികർത്താവായി മനുഷ്യൻ അംഗീകരിച്ചേ തീരൂ. നന്മ തിന്മകളുടെ അഥവാ ധാർമ്മികതയുടെ മാനദണ്ഡം സർവേശ്വരനാണ്. ദൈവം നിശ്ചയിക്കുന്ന നന്മ മനുഷ്യൻ ചെയ്യണം, തിന്മ മനുഷ്യൻ വർജിക്കണം. മനുഷ്യൻ സ്വച്ഛയ നന്മയും തിന്മയും നിർണയിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് അതിക്രമങ്ങൾ സമൂഹത്തിലുണ്ടാകും. ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ക്രമത്തിന് വിധേയപ്പെട്ട് നന്മ ചെയ്യുകയും തിന്മ വർജിക്കുകയും ചെയ്താലേ സമൂഹത്തിൽ സമാധാനവും സന്തോഷവും പുലരൂ. ദൈവകേന്ദ്രീകൃതമായ കുടുംബജീവിതവും സമൂഹ ജീവിതവും ഉണ്ടാകണമെന്നാണ് കർത്താവ് വിഭാവനം ചെയ്തത്. സർപ്പത്തിന്റെ പ്രേരണയാൽ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ചു തിന്നതിലൂടെ മനുഷ്യൻ ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്ത് അഹത്തെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു.
നന്മ തിന്മകളുടെ വിധാതാവും മാനദണ്ഡവും താൻ തന്നെയാണെന്ന് മനുഷ്യൻ ശഠിച്ചു. ദൈവത്തെ പോലെയാകാനുള്ള വ്യഗ്രതയിൽ ദൈവിക മഹത്വം കവർന്നെടുക്കാൻ ശ്രമിച്ച മനുഷ്യൻ തൻ്റെ തന്നെ അഹന്തയ്ക്കും സ്വാർത്ഥമോഹങ്ങൾക്കും ജഡിക പ്രവണതകൾക്കും അടിമയായിത്തീർന്നു. ഇതാണ് ആദി പാപം. ഇത് തന്നെയാണ് എക്കാലത്തെയും പാപവും. കുടുംബങ്ങൾ പാപത്തിന് അടിമപ്പെടുന്നത് ദൈവവിചാരം പറ്റേ ഇല്ലാതാകുമ്പോഴാണ്. ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും മാനദണ്ഡമാക്കാതെ അഹന്തയിലും സ്വാർത്ഥതയിലും ജഡികതയിലും ദമ്പതികൾ രമിക്കുമ്പോൾ കുടുംബം ശിഥിലമാകുന്നു. ദൈവം കുടുംബത്തിന്റെ ശ്രീകോവിലിൽ വാഴുന്നതിന് പകരം മദ്യാസക്തിയും ധനാസക്തിയും ആഡംബര ഭ്രമവും ജഡിക ഭോഗങ്ങളുമായിരിക്കും അവിടെ വാഴുന്നത്. പ്രാർത്ഥനയ്ക്കോ ദൈവവചനത്തിനോ കൂദാശകൾക്കോ ത്യാഗപൂർവമായ സ്നേഹത്തിനോ ആത്മീയ സംസർഗത്തിനോ അവിടെ സ്ഥാനമുണ്ടായിരിക്കുകയില്ല. കടിഞ്ഞാണില്ലാത്ത ഭോഗാസക്തിയുടെ പിറകെ പരക്കം പായുന്ന ആധുനിക കുടുംബങ്ങളുടെ ചരിത്രമല്ലേ ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ വിവരിക്കുന്ന അധഃപതന കഥ. സർപ്പം ഒരു പ്രതീകമാണ്. പിന്നീട് എഴുതപ്പെട്ട ബൈബിൾ ഗ്രന്ഥങ്ങളും യഹൂദ ക്രൈസ്തവ പാരമ്പര്യവും പ്രലോഭകനായ സർപ്പത്തെ പിശാചിന്റെ പ്രതീകമായി കാണുന്നു. വാഗ്ദത്ത നാട്ടിൽ പാർത്തിരുന്ന കാനാന്യരുടെ ആരാധനാമൂർത്തി സർപ്പമായിരുന്നു. സന്താന ലാഭത്തിനു വേണ്ടി സർപ്പാരാധനയും ഉർവാരാധനയും അവർ അനുഷ്ഠിച്ചു പോന്നു. ഈ വലിയ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും സത്യദൈവാരാധനയിൽ ഉറച്ചു നിൽക്കാനും ഇസ്രായേലിയർക്ക് പ്രേരണയേകാനാകണം സർപ്പത്തെ സർവ്വതിന്മകളുടെയും നാശത്തിന്റെയും പ്രതീകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ നിതാന്ത ശത്രുവാണ് സർപ്പരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പിശാച്. എല്ലാ അവ്യവസ്ഥകളുടെയും അരാജകത്വത്തിന്റെയും പ്രതീകമാണ് അവൻ. കുടുംബജീവിതത്തെ തച്ചു തകർക്കുന്ന സർപ്പമെന്ന ശത്രു ഇന്ന് പല രൂപത്തിലും ഭാവത്തിലുമാണ് ആധുനിക കുടുംബങ്ങളുടെ മുമ്പിൽ അവതരിക്കുന്നത്. മദ്യം, പരസ്പര സംശയം, അലസത, ഉത്തരവാദിത്വരഹിതമായ ജീവിതം, കലഹം, ഉപഭോഗ തൃഷ്ണ, ആർത്തി, ധനമോഹം, ഭോഗേച്ഛ, മൂല്യനിരാസം, മാധ്യമ അടിമത്വം മുതലായ വിവിധ വേഷങ്ങളിൽ സർപ്പം പ്രലോഭകനായി നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് നാം തിരിച്ചറിയുന്നുണ്ടോ? ബന്ധങ്ങളുടെ അനുഗ്രഹീത കൂട്ടായ്മയാണ് കുടുംബം. ആദ്യ ദമ്പതികൾ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തപ്പോൾ ബന്ധങ്ങൾ തകർന്നു വീണു. തോട്ടത്തിൽ ദൈവമായ കർത്താവിന്റെ പദചലനങ്ങൾ കേട്ടപ്പോൾ ഓടി ഒളിക്കുന്നു. പുരുഷനും സ്ത്രീയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ തകർന്ന് തരിപ്പണമാകുന്നത്. പുരുഷൻ കുറ്റം മുഴുവൻ സ്ത്രീയുടെ മേൽ ചുമത്തി. അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ തകർച്ചയാണല്ലോ ഈ വചനം പ്രതിഫലിപ്പിക്കുന്നത്. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും പഴി പറഞ്ഞ് ജീവിക്കുന്ന കുടുംബങ്ങൾ ശിഥിലമാകുവാൻ അധിക നാളുകൾ വേണ്ട. ദൈവത്തിൽ നിന്ന് അകലുന്ന കുടുംബാംഗങ്ങൾ പരസ്പര ഭിന്നതയിൽ കൂപ്പുകുത്തും. പാവം വ്യക്തിത്വത്തിൽ പിളർപ്പുണ്ടാക്കുന്നു എന്ന ദർശനവും ഈ വിവരണത്തിൽ ഉള്ളടങ്ങുന്നുണ്ട്. ഭർത്താവിന്റെയും ഭാര്യയുടെയും ഹൃദയത്തിലുണ്ടാകുന്ന മുറിവുകളും പിളർപ്പുകളും സമാധാനപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിന് തടസ്സമായി വർത്തിക്കുന്നു. ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും സർവസ്വമായി സ്വീകരിച്ചുകൊണ്ട് അനുസരണത്തിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലേ കുടുംബജീവിതം ഭദ്രമായി തീരൂ. പാപത്തെയും പാപത്തിന്റെ ഘടനകളെയും ഈശോ പരാജയപ്പെടുത്തിയത് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടാണ്. ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസനായി തീർന്ന ഫിലിപ്പിയർ 2:6-7 ഈശോയാണ് സന്തുഷ്ട കുടുംബജീവിതത്തിന് മാതൃക. ഈശോയെ പോലെ ആത്മത്യാഗപരമായ പരസ്നേഹം
അഭ്യസിക്കുന്ന ദമ്പതികൾ കുടുംബത്തെ സ്വർഗമാക്കി തീർക്കുന്നു. പാപം ചെയ്ത മനുഷ്യന് ദൈവം നൽകുന്ന ശിക്ഷ കുടുംബജീവിതത്തിന്റെ വിവിധ തലങ്ങളോട് ബന്ധപ്പെട്ടതാണ്. പാപം കുടുംബജീവിതത്തിന് ഏൽപ്പിക്കുന്ന പരിക്ക് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ. സ്ത്രീക്ക് ഗർഭാരിഷ്ടതകൾ ഉണ്ടാകും, വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, അവൾ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കാൻ നിർബന്ധിതയാകും. പുരുഷന് കായികാധ്വാനം ആയാസരഹിതമായിരിക്കുകയില്ല, അധ്വാനം ഭാരമായിത്തീരും. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കേണ്ടി വരും. മനുഷ്യൻ ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ശാപം ഏറ്റുവാങ്ങുന്നു. ജീവന്റെ ശുശ്രൂഷയും സ്നേഹത്തിന്റെ ശുശ്രൂഷയും നിർവഹിക്കാൻ ദമ്പതികൾക്കേറെ ക്ലേശിക്കേണ്ടി വരുമെന്നാണല്ലോ ഈ ശിക്ഷാവചനങ്ങൾ സൂചിപ്പിക്കുക. മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാലേ കുടുംബജീവിതത്തിലെ കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റാൻ ദമ്പതികൾക്ക് സാധിക്കൂ. എന്നാൽ ഈ മാനസാന്തരം തന്നെ ദൈവത്തിന്റെ വരദാനമാണ്. പാപം ചെയ്ത ദമ്പതികളെ ഉപേക്ഷിക്കാതെ രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും അവരെ ഉടയാടകൾ അണിയിച്ച് പരിരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പിന്തുടരുന്ന സ്നേഹമാണ് മാനസാന്തരത്തിന്റെ അലകൾ മനുഷ്യ ഹൃദയങ്ങളിൽ ഉളവാക്കുന്നത്. പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പുസ്തകത്തിലൂടെയുള്ള പഠനം തുടരുന്നതുവരെ നമ്മളെല്ലാവരെയും ദൈവപരിപാലനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിന് സ്തുതി.